മനുഷ്യൻ സംസാരിക്കുമ്പോൾ കള്ളം പറയുമായിരിക്കും, പക്ഷേ അവൻ ഉപേക്ഷിച്ചു പോകുന്ന അടയാളങ്ങൾ ഒരിക്കലും കള്ളം പറയില്ല. കൊച്ചി നഗരത്തിലെ ഒരു ആഡംബര ഹോട്ടലിലെ അടച്ചിട്ട മുറിയിൽ ഒരു മൃതദേഹം കണ്ടെത്തി. കൊലപാതകിയോ ആയുധമോ അവിടെയില്ല. വാതിൽ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. പോലീസിന് അതൊരു ആത്മഹത്യയായിരുന്നു, പക്ഷേ ഒരാൾക്ക് മാത്രം അതൊരു വെല്ലുവിളിയായിരുന്നു. അയാളുടെ പേര് സൂര്യവംശി. ഷെർലക് ഹോംസിനെ പോലെ കണ്ണുകൾ കൊണ്ട് കുറ്റവാളിയെ പിടികൂടുന്നവൻ നിഗൂഢതകളുടെ ചുരുളഴിയുന്നു. പുലർച്ചെ 5 മണി. കൊച്ചിയിലെ പ്രശസ്തമായ ഗ്രാൻഡ് ഹെറിറ്റേജ് ഹോട്ടലിലെ 404 നമ്പർ മുറിക്ക് മുന്നിൽ പോലീസ് കാവലുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ രാഘവൻ അവിടെ അക്ഷമനായി കാത്തുനിൽക്കുകയാണ്. ലിഫ്റ്റിൽ നിന്നും കോട്ടും സ്യൂട്ടും ധരിച്ച ഒരു യുവാവ് ഇറങ്ങി വന്നു. കൂർത്ത കണ്ണുകൾ, കയ്യിലൊരു ചെറിയ ഡയറി. സൂര്യവംശി. "നീ വൈകിയല്ലോ സൂര്യ?" രാഘവൻ ചോദിച്ചു. "ഞാൻ വൈകിയതല്ല കമ്മീഷണർ, കൃത്യസമയത്ത് എത്തിയതാണ്. മരിച്ച വ്യക്തിയുടെ ശ്വാസതടസ്സം കൃത്യം 2:15 എന്ന് ഈ ഹോട്ടലിലെ എയർ കണ്ടീഷനിംഗ് ഡാറ്റ പറയുന്നുണ്ട്." സൂര്യ ചിരിച്ചുകൊണ്ട് മുറിക്കുള്ളിലേക്ക് കടന്നു. മുറിക്കുള്ളിൽ പ്രശസ്ത വ്യവസായി ശേഖർ വർമ്മ കസേരയിലിരുന്ന നിലയിൽ മരിച്ചു കിടക്കുന്നു. മേശപ്പുറത്ത് ഒരു ഗ്ലാസ് വെള്ളമുണ്ട്. "ഇതൊരു ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം," കമ്മീഷണർ പറഞ്ഞു. "വാതിൽ അകത്തുനിന്ന് ലോക്ക് ചെയ്തതാണ്, ജനലുകൾ ഗ്രിൽ ചെയ്തതാണ്. മുറിയിൽ മറ്റാരുമില്ല." സൂര്യവംശി മൃതദേഹത്തിനടുത്തേക്ക് നീങ്ങി. അവൻ ശേഖർ വർമ്മയുടെ ഷൂസുകളിലേക്ക് നോക്കി, പിന്നെ ഷർട്ടിൻ്റെ രണ്ടാമത്തെ ബട്ടണിലേക്ക്. "ആത്മഹത്യയോ? ഒരിക്കലുമല്ല കമ്മീഷണർ." സൂര്യ തറയിലിരുന്ന ഒരു ചെറിയ മുടിനാരിഴ തൻ്റെ കയ്യിലെ ലെൻസിലൂടെ പരിശോധിച്ചു. "ഇതൊരു അതിവിദഗ്ധമായി പ്ലാൻ ചെയ്ത കൊലപാതകമാണ്. കൊലയാളി ഈ മുറിയിൽ നിന്ന് പുറത്തുപോയത് വാതിലിലൂടെയോ ജനലിലൂടെയോ അല്ല." കമ്മീഷണർ അത്ഭുതപ്പെട്ടു. "പിന്നെ?" സൂര്യ മേശപ്പുറത്തെ വെള്ളം ഗ്ലാസ് എടുത്ത് മണത്തു നോക്കി. "ഈ വെള്ളത്തിൽ വിഷമില്ല, പക്ഷേ..." അവൻ മുറിയിലെ വെന്റിലേഷൻ ഹാളിലേക്ക് ചൂണ്ടി. "ശേഖർ വർമ്മ മരിച്ചത് ശ്വാസം മുട്ടിയാണ്. ഒരു പ്രത്യേകതരം വാതകം കടത്തിവിട്ടാണ് കൊലയാളി ഇത് ചെയ്തത്. പക്ഷേ അതിനേക്കാൾ കൗതുകകരമായ മറ്റൊരു കാര്യമുണ്ട്." സൂര്യ ശേഖർ വർമ്മയുടെ പോക്കറ്റിൽ നിന്നും ഒരു കടലാസ് കഷ്ണം കണ്ടെടുത്തു. അതിൽ എഴുതിയിരുന്നു, "അടുത്തത് നീയാണ്." പെട്ടെന്ന് ഹോട്ടലിലെ ഫയർ അലാറം മുഴങ്ങി. പുറത്ത് വലിയൊരു സ്ഫോടനം നടന്നു. സൂര്യവംശി ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ദൂരെ ഒരു കറുത്ത രൂപം മോട്ടോർ സൈക്കിളിൽ പാഞ്ഞു പോകുന്നത് അവൻ കണ്ടു. "നമ്മൾ അന്വേഷിക്കുന്നത് ഒരു സാധാരണ കുറ്റവാളിയെയല്ല കമ്മീഷണർ. അയാൾ ഈ കെട്ടിടത്തിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു." സൂര്യ തൻ്റെ ഡയറി അടച്ചു. "നമുക്ക് പാർക്കിംഗ് ഏരിയയിലേക്ക് പോകണം. അവിടെയാണ് നമ്മുടെ ആദ്യത്തെ തെളിവിരിക്കുന്നത്." "ആരാണ് ആ കറുത്ത രൂപം? അടച്ചിട്ട മുറിയിൽ നിന്ന് കൊലയാളി എങ്ങനെ രക്ഷപ്പെട്ടു? സൂര്യവംശിയുടെ നിരീക്ഷണങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയാണ്?" ഒരു കൊലപാതകം നടക്കുമ്പോൾ എല്ലാവരും മൃതദേഹത്തിലേക്കാണ് നോക്കുന്നത്. പക്ഷേ സൂര്യവംശി നോക്കുന്നത് ആരും ശ്രദ്ധിക്കാത്ത ആ ചെറിയ മുടിനാരിഴയിലേക്കോ തറയിലെ പോറലിലേക്കോ ആണ്. ഹോട്ടൽ മുറിയിലെ സ്ഫോടനം വെറുമൊരു അപകടമായിരുന്നില്ല, അതൊരു മറയായിരുന്നു. കൊലയാളി നമുക്കിടയിൽ തന്നെയുണ്ട്. അവൻ ഉപേക്ഷിച്ച ആ രഹസ്യരേഖയിലേക്ക് സൂര്യവംശി എത്തുമ്പോൾ നിഗൂഢതകൾ ഇരട്ടിയാകുന്നു. സ്ഫോടനം നടന്നത് ഹോട്ടലിൻ്റെ പിൻഭാഗത്തെ ജനറേറ്റർ റൂമിലായിരുന്നു. പുകയും തീയും കണ്ട് ആളുകൾ പരിഭ്രാന്തരായി ഓടുന്നു. കമ്മീഷണർ രാഘവൻ പോലീസുകാരോട് തീ അണയ്ക്കാൻ നിർദ്ദേശം നൽകി. പക്ഷേ സൂര്യവംശി ഓടിയത് പാർക്കിംഗ് ഏരിയയിലേക്കാണ്. അവിടെ ഒരു കറുത്ത ബൈക്കിൻ്റെ ടയർ പാടുകൾ തറയിൽ പതിഞ്ഞിരുന്നു. സൂര്യ നിലത്തിരുന്ന് ആ പാടുകൾ പരിശോധിച്ചു. "സൂര്യ, നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? മുകളിൽ വലിയൊരു സ്ഫോടനം നടന്നു. നീ ഇവിടെ മണ്ണ് പരിശോധിക്കുകയാണോ?" രാഘവൻ ദേഷ്യത്തോടെ അങ്ങോട്ട് വന്നു. "കമ്മീഷണർ, ഈ ടയർ പാടുകൾ നോക്കൂ," സൂര്യ ശാന്തനായി പറഞ്ഞു. "ഇതൊരു സാധാരണ ബൈക്കല്ല, റേസിംഗിന് ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ടയറുകളാണ്. ഈ നഗരത്തിൽ ഇത്തരം ടയറുകൾ ഉപയോഗിക്കുന്ന വെറും 4 പേരേയുള്ളൂ. അതിലൊരാൾ ഈ ഹോട്ടലിലെ ഗസ്റ്റ് ലിസ്റ്റിലുണ്ട്." സൂര്യ എഴുന്നേറ്റ് തൻ്റെ ഫോണിൽ ഹോട്ടലിലെ ഗസ്റ്റ് ലിസ്റ്റ് വേഗത്തിൽ സ്ക്രോൾ ചെയ്തു. വിക്രം മൽഹോത്ര, ഒരു പ്രമുഖ ബിസിനസ് മാഗ്നറ്റ്, ശേഖർ വർമ്മയുടെ ഏറ്റവും വലിയ ശത്രു. അയാൾ എവിടെ?
അയാൾ 10 മിനിറ്റ് മുൻപ് ചെക്ക് ചെയ്തു പോയി സൂര്യ, ഒരു പോലീസുകാരൻ വിളിച്ചു പറഞ്ഞു. അസാധ്യം, സൂര്യ വിളിച്ചു പറഞ്ഞു. സ്ഫോടനം നടന്നത് 2:45-നാണ്. കൃത്യം ആ സമയത്ത് തന്നെ ശേഖർ വർമ്മ കൊല്ലപ്പെടുകയും ചെയ്തു. കൊലയാളിക്ക് ഇത്ര വേഗം രക്ഷപ്പെടാൻ കഴിയില്ല. ആ സ്ഫോടനം പോലീസിനെ വഴിതിരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. സൂര്യ പെട്ടെന്ന് ശേഖർ വർമ്മയുടെ കാടിനടുത്തേക്ക് നീങ്ങി. കാറിൻ്റെ അടിയിൽ എന്തോ ഒന്ന് തിളങ്ങുന്നത് അവൻ കണ്ടു. ഒരു ചെറിയ മെറ്റൽ ഡിസ്ക്. അത് കയ്യിലെടുത്ത സൂര്യയുടെ മുഖം വിളറി. ഇതൊരു റിമോട്ട് ഡിറ്റണേറ്ററാണ്. ആ സ്ഫോടനം നടത്തിയത് ദൂരെ ഇരുന്നല്ല, ഈ കാറിനടുത്തോ അല്ലെങ്കിൽ ഹോട്ടലിനുള്ളിലോ ഇരുന്നാണ്. കമ്മീഷണർ, ഈ ഹോട്ടൽ ഉടൻ സീൽ ചെയ്യണം. ആരും പുറത്തു പോകരുത്. അപ്പോഴാണ് സൂര്യയുടെ ശ്രദ്ധ കാറിൻ്റെ ഗ്ലാസിൽ പതിഞ്ഞ ഒരു പ്രതിബിംബത്തിൽ തടഞ്ഞത്. ഹോട്ടലിൻ്റെ 5-ാം നിലയിലെ ഒരു ജനാലയിൽ ഒരാൾ നിൽക്കുന്നു. അയാൾ ഒരു ക്യാമറ ഉപയോഗിച്ച് ഇവരെ നിരീക്ഷിക്കുകയാണ്. സൂര്യ നോക്കുന്നത് കണ്ടതും ആ രൂപം പെട്ടെന്ന് അവിടെ നിന്നും മാറി. രാഘവൻ, 502-ാം നമ്പർ മുറി, വേഗം. സൂര്യ അങ്ങോട്ടേക്ക് പാഞ്ഞു. ലിഫ്റ്റ് പ്രവർത്തിക്കാത്തതിനാൽ പടികൾ ഓടിക്കയറി അവർ 502-ലെത്തി. വാതിൽ തകർത്ത് അകത്ത് കയറിയ അവർ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. മുറി ശൂന്യമാണ്. പക്ഷേ അവിടുത്തെ TV ഓണായിരുന്നു. അതിലൊരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. വീഡിയോയിൽ ശേഖർ വർമ്മ കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങൾ. ഒരു നിഴൽ രൂപം മുറിക്കുള്ളിലേക്ക് കടക്കുന്നതും ഒരു ചെറിയ സ്പ്രേ ഉപയോഗിച്ച് ശേഖർ വർമ്മയെ അബോധാവസ്ഥയിലാക്കുന്നതും വ്യക്തമാണ്. പക്ഷേ കൊലയാളിയുടെ മുഖം കാണാനില്ല. വീഡിയോയുടെ അവസാനം ഒരു ശബ്ദം കേട്ടു. സൂര്യവംശി, നീ വൈകിപ്പോയി. അടുത്ത ഇര നിന്റെ തൊട്ടടുത്തു തന്നെയുണ്ട്. സൂര്യ പെട്ടെന്ന് തിരിഞ്ഞ് കമ്മീഷണർ രാഘവനെ നോക്കി. രാഘവന്റെ നെഞ്ചിൽ ഒരു ചെറിയ ചുവന്ന ലേസർ ഡോട്ട് പതിഞ്ഞിരിക്കുന്നു. രാഘവൻ, താഴെ ഇരിക്കൂ, സൂര്യ നിലവിളിച്ചു. മരണം ഒരു നിഴൽ പോലെ തൊട്ടടുത്തെത്തുമ്പോൾ പോലും സൂര്യവംശിയുടെ മസ്തിഷ്കം പ്രവർത്തിക്കുന്നത് സെക്കൻഡിൽ 1000 മൈൽ വേഗതയിലാണ്. കമ്മീഷണറുടെ ജീവൻ ഒരു നൂൽപാലത്തിൽ നിൽക്കെ ആരാണ് അദൃശ്യനായ വേട്ടക്കാരൻ? വെടിയുണ്ടയേക്കാൾ വേഗത്തിൽ ചിന്തിക്കാൻ സൂര്യയ്ക്ക് കഴിയുമോ? ശത്രു തൊട്ടടുത്തുണ്ട്, പക്ഷേ അവൻ അദൃശ്യനാണ്. രാഘവൻ, താഴെ ഇരിക്കൂ. സൂര്യയുടെ നിലവിളി കേട്ടതും കമ്മീഷണർ രാഘവൻ തറയിലേക്ക് ഡൈവ് ചെയ്തു. അടുത്ത നിമിഷം ജനൽ ചില്ല് തകർത്തുകൊണ്ട് ഒരു വെടിയുണ്ട കമ്മീഷണർ നിന്നിരുന്നതിന് തൊട്ടു പിന്നിലെ ഭിത്തിയിൽ പതിച്ചു. സൂര്യ പെട്ടെന്ന് മുറിയിലെ ലൈറ്റുകൾ അണച്ചു. ഇരുട്ടിൽ ലേസർ രശ്മി കൂടുതൽ വ്യക്തമായി. അത് എതിർവശത്തുള്ള ഒരു കെട്ടിടത്തിൻ്റെ ടെറസിൽ നിന്നാണ് വരുന്നത്. അവൻ അവിടെയുണ്ട്. സൂര്യ ജനലിലൂടെ ആ കെട്ടിടത്തിലേക്ക് വിരൽ ചൂണ്ടി. വിനയ്, ബാക്കപ്പ് ഫോഴ്സിനെ അങ്ങോട്ട് അയക്കൂ. പക്ഷേ ശ്രദ്ധിക്കണം, അവൻ വെറുമൊരു ഷൂട്ടറല്ല, ഒരു പ്രൊഫഷണൽ ഹണ്ടറാണ്. കമ്മീഷണർ എഴുന്നേറ്റു. കിതച്ചുകൊണ്ട് ചോദിച്ചു. സൂര്യ, അയാൾക്ക് എന്നെ കൊല്ലണമായിരുന്നെങ്കിൽ നേരത്തെ കൊല്ലാമായിരുന്നു. എന്തിനാണ് ഈ നാടകം? സൂര്യ തറയിൽ വീണ വെടിയുണ്ട പരിശോധിച്ചു. ഇതൊരു യഥാർത്ഥ വെടിയുണ്ടല്ല കമ്മീഷണർ, ഇതൊരു ട്രാങ്ക്വിലൈസർ ഡേർട്ട് ആണ്. അയാൾക്ക് നിങ്ങളെ കൊല്ലണ്ട, നിങ്ങളെ തട്ടിക്കൊണ്ടു പോകാനാണ് അയാൾ ശ്രമിക്കുന്നത്. പക്ഷേ എന്തിന്? സൂര്യ തിരികെ 502-ാം നമ്പർ മുറിയിലെ TVയിലേക്ക് നോക്കി. വീഡിയോ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. പകരം സ്ക്രീനിൽ ഒരു മാപ്പ് തെളിഞ്ഞു വന്നു. കൊച്ചി നഗരത്തിലെ പഴയൊരു ഗോഡൌണിൻ്റെ ലൊക്കേഷൻ. നമ്മെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്, സൂര്യ പറഞ്ഞു. പെട്ടെന്ന് സൂര്യയുടെ ശ്രദ്ധ മുറിയിലെ ഒരു പെയിൻറ്റിങ്ങിൽ ഉടക്കി. അത് അല്പം ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. അവൻ അത് മാറ്റി നോക്കി. അതിനു പിന്നിൽ ഒരു ചെറിയ ഡിജിറ്റൽ ലോക്കർ ഉണ്ടായിരുന്നു. സൂര്യ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ ഇലക്ട്രോണിക് ഡിവൈസ് എടുത്ത് ലോക്കറുമായി കണക്ട് ചെയ്തു. സെക്കൻഡുകൾ കൊണ്ട് ലോക്കർ തുറന്നു. അതിനുള്ളിൽ ഉണ്ടായിരുന്നത് ശേഖർ വർമ്മയുടെ പേഴ്സണൽ ഡയറിയും ഒരു പെൻഡ്രൈവുമാണ്. ശേഖർ വർമ്മ കൊല്ലപ്പെട്ടത് ഈ പെൻഡ്രൈവിന് വേണ്ടിയാണ്. ഇതിൽ ഈ നഗരത്തിലെ വലിയ പലരുടെയും മുഖംമൂടി അഴിക്കുന്ന വിവരങ്ങളുണ്ട്. സൂര്യ പെൻഡ്രൈവ് പോക്കറ്റിലിട്ടു. അപ്പോഴാണ് സൂര്യയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നത്. അത് വിക്രത്തിൻ്റെ നമ്പറിൽ നിന്നായിരുന്നു. പെൻഡ്രൈവ് വേണമെങ്കിൽ ഗോഡൌണിലേക്ക് വരൂ, ഒറ്റയ്ക്ക്. കൂടെ പോലീസ് ഉണ്ടെങ്കിൽ നിന്റെ സുഹൃത്തിൻ്റെ മൃതദേഹം നിനക്ക് ലഭിക്കും. സൂര്യ കമ്മീഷണറെ നോക്കി. രാഘവൻ, അവർക്ക് വേണ്ടത് എന്നെയാണ്. ശേഖർ വർമ്മയുടെ കൊലപാതകം എന്നെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള ഒരു കെണിയായിരുന്നു. നീ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല സൂര്യ. രാഘവൻ തടഞ്ഞു. ഭയപ്പെടേണ്ട കമ്മീഷണർ,
ഷെർലക് ഹോംസ് പറഞ്ഞിട്ടുണ്ട്, ഒരു കുറ്റവാളി എത്ര ബുദ്ധിമാനായാലും അവൻ ഒരു ചെറിയ തെറ്റ് ചെയ്യും. ആ തെറ്റ് ഞാൻ കണ്ടെത്തിക്കഴിഞ്ഞു. സൂര്യ നിഗൂഢമായി ചിരിച്ചു. സൂര്യവംശി ഒറ്റയ്ക്ക് ആ വിജനമായ ഗോഡൌണിലേക്ക് പുറപ്പെട്ടു. ഇരുട്ട് നിറഞ്ഞ ആ വലിയ കെട്ടിടത്തിനുള്ളിൽ അവനെ കാത്തിരിക്കുന്നത് ആരാണ്? വിക്രമാണോ അതോ അതിനേക്കാൾ വലിയ മറ്റാരെങ്കിലുമോ? ചിലപ്പോൾ ശത്രുവിനെ പിടിക്കാൻ നമ്മൾ ഇരയായി മാറേണ്ടി വരും. സൂര്യവംശി ഇപ്പോൾ നടന്നു കയറുന്നത് മരണത്തിൻ്റെ നിഴലിലേക്കാണ്. കയ്യിൽ ആയുധങ്ങളില്ല, പക്ഷേ കൂർമ്മതയുള്ള ഒരു മസ്തിഷ്കമുണ്ട്. ഇരുട്ടിൽ ഒളിച്ചിരിക്കുന്ന ആ മുഖം ആരുടേതാണ്? വിക്രം മൽഹോത്രയാണോ അതോ നമ്മൾ ഇതുവരെ കാണാത്ത മറ്റൊരു വില്ലനോ? കെണി ഒരുങ്ങിക്കഴിഞ്ഞു. കൊച്ചി നഗരത്തിൻ്റെ അതിർത്തിയിലുള്ള ഉപേക്ഷിക്കപ്പെട്ട ആ പഴയ ചരക്ക് ഗോഡൗൺ. സൂര്യവംശി തൻ്റെ കാർ ദൂരെ നിർത്തി അകത്തേക്ക് നടന്നു. ചുറ്റും ഇരുട്ടാണ്. തുരുമ്പിച്ച യന്ത്രങ്ങളുടെയും പഴകിയ മരപ്പെട്ടികളുടെയും ഗന്ധം അവിടെ നിറഞ്ഞു നിന്നിരുന്നു. ഞാൻ എത്തിക്കഴിഞ്ഞു, ഇനി നിഴലിൽ ഒളിച്ചു നിൽക്കാതെ പുറത്തു വരൂ, സൂര്യ ശാന്തനായി പറഞ്ഞു. പെട്ടെന്ന് ഗോഡൌണിൻ്റെ മുകൾ ഭാഗത്തെ വലിയ ഫ്ലഡ് ലൈറ്റുകൾ തെളിഞ്ഞു. സൂര്യയുടെ കണ്ണുകൾ മഞ്ഞളിച്ചു. ലൈറ്റുകൾക്ക് പിന്നിൽ നിന്ന് ഒരാൾ സാവധാനം നടന്നു വന്നു. കയ്യിൽ ഒരു റിവോൾവർ. അത് വിക്രം മൽഹോത്രയായിരുന്നു. സൂര്യവംശി, നിന്റെ ബുദ്ധിശക്തിയെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് നീ നിന്റെ മരണത്തിലേക്കാണ് നടന്നു വന്നത്. വിക്രം പരിഹാസത്തോടെ ചിരിച്ചു. ആ പെൻഡ്രൈവ് ഇങ്ങോട്ട് തരൂ. സൂര്യ പോക്കറ്റിൽ നിന്നും പെൻഡ്രൈവ് ഉയർത്തിപ്പിടിച്ചു. ഇതാണോ നിനക്ക് വേണ്ടത് വിക്രം? ശേഖർ വർമ്മയെ കൊന്നത് നീ തന്നെയാണെന്ന് ഇതിലെ തെളിവുകൾ പറയും. പക്ഷേ എനിക്ക് ഒരു സംശയമുണ്ട്. നീ വെറുമൊരു ബിസിനസ്സുകാരനാണ്. ഇത്ര കൃത്യമായ ഒരു കൊലപാതകം പ്ലാൻ ചെയ്യാൻ നിനക്ക് കഴിയില്ല. നിനക്ക് പിന്നിൽ മറ്റാരോ ഉണ്ട്. വിക്രത്തിൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു. പെൻഡ്രൈവ് താഴെ ഇടൂ സൂര്യ. സൂര്യവംശി ഒരിക്കലും തെറ്റായ നീക്കങ്ങൾ നടത്തില്ല വിക്രം. സൂര്യ മുന്നോട്ട് നടന്നു. നീ ശ്രദ്ധിച്ചോ? നീ എന്നെ വിളിക്കാൻ ഉപയോഗിച്ച ആ ഫോൺ നമ്പർ, അത് നിൻ്റേതല്ല. അത് നിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് അജയിൻ്റെ പേരുള്ളതാണ്. അജയ് എവിടെ? വിക്രം ഒന്ന് പരുങ്ങി. ആ നിമിഷം സൂര്യ ഒരു കാര്യം ശ്രദ്ധിച്ചു. വിക്രത്തിൻ്റെ ചെവിയിലൊരു ചെറിയ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ട്. ആരോ അയാൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു. നിനക്ക് പിന്നിൽ നിൽക്കുന്ന ആൾക്ക് എന്നെ ജീവനോടെ വേണം വിക്രം. അതുകൊണ്ടല്ലേ നീ ഇതുവരെ വെടിവെക്കാത്തത്? സൂര്യ ചോദിച്ചു. പെട്ടെന്ന് ഗോഡൌണിൻ്റെ മുകൾ നിലയിൽ ഒരു ശബ്ദം കേട്ടു. അവിടെ ഒരാൾ ഓടുന്നത് സൂര്യ കണ്ടു. അത് വിക്രം ആയിരുന്നില്ല. പോലീസ്! വിക്രം നിലവിളിച്ചുകൊണ്ട് വെടിയുതിർത്തു. പക്ഷേ സൂര്യ പെട്ടെന്ന് ഒരു വലിയ മരപ്പെട്ടിയുടെ പിന്നിലേക്ക് ഒളിച്ചു. അടുത്ത നിമിഷം ഗോഡൌണിൻ്റെ വാതിലുകൾ തകർത്ത് കമ്മീഷണർ രാഘവനും സംഘവും അകത്തേക്ക് പാഞ്ഞു കയറി. കമ്മീഷണർ, വിക്രത്തെയല്ല പിടിക്കേണ്ടത്, ആ മുകൾ നിലയിൽ ഓടുന്നവനെ പിടിക്കൂ, സൂര്യ വിളിച്ചു പറഞ്ഞു. സൂര്യവംശി പടികൾ ഓടിക്കയറി മുകൾ നിലയിലെത്തി. അവിടെ കറുത്ത ഹൂഡി ധരിച്ച ഒരാൾ ജനലിലൂടെ പുറത്തേക്ക് ചാടാൻ ഒരുങ്ങുകയായിരുന്നു. സൂര്യ അയാളുടെ കാലിൽ പിടിച്ചു വലിച്ചു. രണ്ടുപേരും തറയിൽ വീണു. മൽപിടുത്തത്തിനിടയിൽ സൂര്യ അയാളുടെ മുഖത്തെ മാസ്ക് വലിച്ചു മാറ്റി. സൂര്യ ഞെട്ടിപ്പോയി. അത് അജയ് ആയിരുന്നില്ല. അത് മരിച്ചു എന്ന് കരുതിയ ശേഖർ വർമ്മയുടെ സ്വന്തം മകൻ ആര്യൻ വർമ്മയായിരുന്നു. ആര്യൻ, നീ എന്തിനാണ് നിന്റെ അച്ഛനെ കൊന്നത്? സൂര്യ അത്ഭുതത്തോടെ ചോദിച്ചു. ആര്യൻ ക്രൂരമായി ചിരിച്ചു. അയാൾ എൻ്റെ അച്ഛനല്ല സൂര്യ. അയാൾ ഒരു കൊലപാതകിയായിരുന്നു. എൻ്റെ അമ്മയെ കൊന്നത് അയാളാണ്. നീ ഈ പെൻഡ്രൈവിലുള്ളത് കണ്ടിട്ടില്ലല്ലോ. ഇത് വെറും ബിസിനസ് രേഖകളല്ല. പെട്ടെന്ന് ദൂരെ നിന്ന് ഒരു സ്നൈപ്പർ ഷോട്ട് മുഴങ്ങി. ആര്യൻ്റെ തോളിൽ വെടിയേറ്റു. അവൻ താഴേക്ക് വീണു. കൊലയാളി ഇപ്പോഴും പുറത്തുണ്ട്. ആര്യൻ പറയാൻ വന്ന ആ രഹസ്യം എന്താണ്? പെൻഡ്രൈവിൽ യഥാർത്ഥത്തിൽ എന്താണുള്ളത്? സത്യം എപ്പോഴും സുരക്ഷിതമായിരിക്കില്ല. മരിച്ചു എന്ന് കരുതിയവർ തിരിച്ചു വരുന്നു. ശത്രു എന്ന് കരുതിയവർ ഇരകളാകുന്നു. ആര്യൻ വർമ്മ വെളിപ്പെടുത്താൻ ശ്രമിച്ച ആ രഹസ്യം എന്താണ്? ആരാണ് ഇരുട്ടിൽ മറഞ്ഞു നിന്ന് അവനെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നത്? സൂര്യവംശിയുടെ കയ്യിലുള്ള ആ പെൻഡ്രൈവ് ഇപ്പോൾ ഒരു മരണ വാറണ്ടായി മാറിയിരിക്കുന്നു, നിഗൂഢതയുടെ ആഴങ്ങളിലേക്ക്. ആര്യൻ വർമ്മ തറയിൽ കിടന്ന് പിടയുകയാണ്. സ്നൈപ്പർ ഷോട്ട് അവൻ്റെ ജീവൻ എടുത്തില്ലെങ്കിലും അവനെ നിശബ്ദനാക്കാൻ അത് മതിയായിരുന്നു. സൂര്യവംശി വേഗത്തിൽ ആര്യൻ്റെ അടുത്തേക്ക് നീങ്ങി. അവനെ സുരക്ഷിതമായ ഒരു ഭിത്തിയുടെ പിന്നിലേക്ക് വലിച്ചു മാറ്റി.
സൂര്യ, ആ പെൻഡ്രൈവ് അത് പോലീസിന് കൊടുക്കരുത്. ആര്യൻ വേദനയോടെ കിതച്ചു. അതിൽ അതിൽ എൻ്റെ അച്ഛൻ്റെ മരണത്തേക്കാൾ വലിയൊരു സത്യമുണ്ട്. അപ്പോഴേക്കും കമ്മീഷണർ രാഘവൻ അങ്ങോട്ടേക്ക് ഓടിയെത്തി. സൂര്യ, സ്നൈപ്പർ രക്ഷപ്പെട്ടു. അവനൊരു ചാരനിറത്തിലുള്ള കാറിലാണ് പോയത്. വിക്രം മൽഹോത്രയെ നമ്മൾ കസ്റ്റഡിയിലെടുത്തു. സൂര്യ ഒന്നും മിണ്ടിയില്ല. അവൻ ആര്യനെ ആംബുലൻസിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകി. എന്നിട്ട് തൻ്റെ ലാപ്ടോപ്പ് എടുത്ത് ആ പെൻഡ്രൈവ് തുറന്നു. പെൻഡ്രൈവിനുള്ളിൽ ആയിരക്കണക്കിന് ഫയലുകളുണ്ട്. പക്ഷേ അതിൽ ഒരെണ്ണം മാത്രം പാസ്വേഡ് ഉപയോഗിച്ച് ലോക്ക് ചെയ്തിരിക്കുന്നു. ഫയൽ പേര് പ്രൊജക്റ്റ് ഫോണിക്സ്. രാഘവൻ, വിക്രം മൽഹോത്ര വെറുമൊരു കരുവാണ്. ആര്യൻ പറഞ്ഞത് ശരിയാണ്. ശേഖർ വർമ്മ കൊല്ലപ്പെട്ടത് ഈ പ്രൊജക്റ്റിനു വേണ്ടിയാണ്. കൊച്ചി നഗരത്തിലെ റിയൽ എസ്റ്റേറ്റ് മാഫിയയും ചില ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്നുള്ള ഒരു വലിയ അഴിമതിയാണിത്. സൂര്യ സ്ക്രീനിലേക്ക് നോക്കി പറഞ്ഞു. സൂര്യയുടെ വിരലുകൾ കീബോർഡിൽ അതിവേഗം ചലിച്ചു. പാസ്വേഡ് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അവൻ. പെട്ടെന്ന് സൂര്യയുടെ മുഖം വിളറി. അവൻ ശേഖർ വർമ്മയുടെ മൃതദേഹം കണ്ടെത്തിയ മുറിയിലെ ആ ഡയറിയിലെ വാചകം ഓർത്തു. നീതി വൈകുന്നത് നീതി നിഷേധിക്കപ്പെടുന്നതിന് തുല്യമാണ്. സൂര്യ ആ വാചകം പാസ്വേഡായി നൽകി. ലോക്കർ തുറന്നു. അതിനുള്ളിലെ ദൃശ്യങ്ങൾ കണ്ട് കമ്മീഷണർ രാഘവൻ ഞെട്ടിപ്പോയി. അത് ചില രഹസ്യ യോഗങ്ങളുടെ വീഡിയോകളായിരുന്നു. അതിൽ ഒരാളുടെ മുഖം കണ്ടതും രാഘവൻ തകർന്നുപോയി. ഇത് നമ്മുടെ IG ശേഖരനല്ലേ? രാഘവൻ വിശ്വസിക്കാനാവാതെ ചോദിച്ചു. അതെ കമ്മീഷണർ, ഈ കളിയുടെ സൂത്രധാരൻ നമ്മൾ വിചാരിച്ചതിലും വലിയൊരാളാണ്. അതുകൊണ്ടാണ് പോലീസ് എത്തുന്നതിന് മുൻപ് സ്നൈപ്പർക്ക് അവിടെ എത്താൻ കഴിഞ്ഞത്. നമ്മുടെ നീക്കങ്ങൾ ചോരുന്നുണ്ട്. സൂര്യ ലാപ്ടോപ്പ് അടച്ചു. പെട്ടെന്ന് സൂര്യയുടെ ഫോണിലേക്ക് ഒരു അജ്ഞാത സന്ദേശം വന്നു. അതിലൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. സൂര്യയുടെ വീടിന് മുന്നിൽ നിൽക്കുന്ന ഒരു കറുത്ത രൂപം. നിന്റെ അടുത്ത നീക്കം നിന്റെ കുടുംബത്തെ ബാധിക്കും സൂര്യവംശി. സൂര്യയുടെ കണ്ണുകളിൽ ആദ്യമായി ഒരു നിഴൽ പടർന്നു. പക്ഷേ അത് ഭയമായിരുന്നില്ല, കത്തുന്ന ദേഷ്യമായിരുന്നു. രാഘവൻ, കളി നിയമങ്ങൾ മാറാൻ പോകുന്നു. ഇതുവരെ ഞാൻ ഒരു ഇൻവെസ്റ്റിഗേറ്റർ മാത്രമായിരുന്നു. ഇനി മുതൽ ഞാനൊരു വേട്ടക്കാരനാണ്. സൂര്യ തൻ്റെ കോട്ട് നേരെയാക്കി ഗോഡൌണിന് പുറത്തേക്ക് നടന്നു. സൂര്യവംശിയുടെ അടുത്ത ലക്ഷ്യം IG ശേഖരനാണോ? അതോ തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ അവൻ മറ്റൊരു വഴി കണ്ടെത്തുമോ? ഈ ചതിക്കുഴിയിൽ ഇനി ആരൊക്കെ വീഴും? ശത്രു നിങ്ങളുടെ വാതിലിൽ മുട്ടുമ്പോൾ നിയമങ്ങൾ കൊണ്ട് അവനെ തടയാൻ കഴിയില്ല. IG ശേഖരൻ എന്ന അധികാരിക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രിമിനലിനെ സൂര്യവംശി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സ്വന്തം കുടുംബം അപകടത്തിലായിരിക്കെ സൂര്യ ഒരു വലിയ ചൂതാട്ടത്തിന് മുതിരുകയാണ്. വേട്ടക്കാരൻ ഇരയാകുമോ അതോ ഇര വേട്ടക്കാരനാകുമോ? സസ്പെൻസ് മുറുകുന്നു. സൂര്യവംശി തൻ്റെ കാർ അതിവേഗം വീട്ടിലേക്ക് ഓടിച്ചു. കമ്മീഷണർ രാഘവൻ തന്നോട് കൂടെ വരാമെന്ന് പറഞ്ഞെങ്കിലും സൂര്യ അത് നിരസിച്ചു. കാരണം ഇപ്പോൾ ആരെ വിശ്വസിക്കണമെന്ന് അവൻ അറിയുന്നില്ല. വീടിന് മുന്നിലെത്തിയ സൂര്യ കണ്ടത് പകുതി തുറന്നു കിടക്കുന്ന മുൻവാതിലാണ്. ഹൃദയമിടിപ്പ് വർദ്ധിച്ചെങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ചു. കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ ലേസർ സ്കാനർ ഉപയോഗിച്ച് അവൻ വാതിലിൻ്റെ അരികുകൾ പരിശോധിച്ചു. കെണി, അവൻ പിറുപിറുത്തു. വാതിലിന് പിന്നിൽ ഒരു മൈക്രോ എക്സ്പ്ലോസീവ് ഘടിപ്പിച്ചിരിക്കുന്നു. വാതിൽ പൂർണ്ണമായി തുറന്നാൽ വീട് ഒന്നാകെ തകരും. സൂര്യ പിൻവാതിലിലൂടെ അതീവ ജാഗ്രതയോടെ അകത്ത് കയറി. വീടിനുള്ളിൽ നിശബ്ദതയാണ്. പെട്ടെന്ന് ലിവിംഗ് റൂമിലെ ഫോൺ ശബ്ദിച്ചു. സൂര്യ അതെടുത്തു. നീ വൈകിപ്പോയി സൂര്യവംശി. IG ശേഖരൻ്റെ ഗൗരവമേറിയ ശബ്ദമായിരുന്നു അത്. ആ പെൻഡ്രൈവ് എനിക്ക് വേണം. ഇന്ന് രാത്രി 12 മണിക്ക് പഴയ ലൈറ്റ് ഹൗസിനടുത്ത് നീ അത് എത്തിക്കണം. നിന്റെ സഹോദരി ഇപ്പോൾ എൻ്റെ അതിഥിയാണ്. സൂര്യയുടെ പല്ലുകൾ ഞെരിഞ്ഞു. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ശേഖരൻ, നിങ്ങൾ ഈ ലോകത്തുണ്ടാവില്ല. ഭീഷണിപ്പെടുത്താൻ നീ വളർന്നിട്ടില്ല സൂര്യ. ഓർക്കുക, നഗരം മുഴുവൻ എൻ്റെ കയ്യിലാണ്. നീ ഇപ്പോൾ ഒരു പിടികിട്ടാപ്പുള്ളിയാണ്. ശേഖർ വർമ്മയെ കൊന്നത് നീയാണെന്ന തെളിവുകൾ ഞാൻ ഉണ്ടാക്കിക്കഴിഞ്ഞു. IG ഫോൺ കട്ട് ചെയ്തു. സൂര്യ തളർന്നിരുന്നില്ല. അവൻ തൻ്റെ രഹസ്യമുറിയിലേക്ക് പോയി. അവിടെയുണ്ടായിരുന്ന കമ്പ്യൂട്ടറിൽ അവനൊരു പ്രത്യേക പ്രോഗ്രാം റൺ ചെയ്തു. പെൻഡ്രൈവിലെ പ്രൊജക്റ്റ് ഫോണിക്സിൻ്റെ ബാക്കപ്പ് അവൻ നേരത്തെ എടുത്തു കഴിഞ്ഞിരുന്നു.
രാഘവൻ സൂര്യ കമ്മീഷണറെ വിളിച്ചു. എനിക്ക് നിങ്ങളുടെ സഹായം വേണം. പക്ഷേ ഇത് ഔദ്യോഗികമല്ല. എനിക്ക് IG-യുടെ ഫോൺ ലൊക്കേഷൻ ട്രേസ് ചെയ്യണം. എനിക്കറിയാം അത് നിയമവിരുദ്ധമാണെന്ന്. പക്ഷേ നമുക്ക് വേറെ വഴിയില്ല. സൂര്യ, നീ ചെയ്യുന്നത് വലിയ റിസ്ക്കാണ്. രാഘവൻ മടിച്ചു നിന്നു. സത്യം പുറത്തു കൊണ്ടുവരാൻ ചിലപ്പോൾ ഇരുട്ടിൽ നടക്കേണ്ടി വരും കമ്മീഷണർ, സൂര്യ പറഞ്ഞു. അടുത്ത കുറച്ചു മണിക്കൂറുകൾ സൂര്യ വിശ്രമമില്ലാതെ ജോലി ചെയ്തു. അവൻ IG-യുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചു. അവിടെയാണ് അവൻ ആ ഞെട്ടിക്കുന്ന വിവരം കണ്ടെത്തിയത്. പ്രോജക്റ്റ് ഫോണിക്സ് വെറുമൊരു അഴിമതിയല്ല. അത് നഗരത്തിലെ കുടിവെള്ളത്തിൽ മാരകമായ ഒരു മരുന്ന് കലക്കി ജനങ്ങളെ പരീക്ഷണ മൃഗങ്ങളാക്കുന്ന ഒരു മാഫിയയുടെ പ്ലാനാണ്. രാത്രി 11:30 സൂര്യവംശി ലൈറ്റ് ഹൗസിലേക്ക് പുറപ്പെട്ടു. അവൻ്റെ കയ്യിൽ പെൻഡ്രൈവ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ പ്രൊജക്റ്റ് ഡാറ്റയ്ക്ക് പകരം സൂര്യ മറ്റൊന്നാണ് കരുതിയിരുന്നത്. ലൈറ്റ് ഹൗസിന് മുകളിൽ IG ശേഖരനും അയാളുടെ സായുധരായ ഗുണ്ടകളും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ദൂരെ നിന്ന് സൂര്യയുടെ കാർ വരുന്നത് അവർ കണ്ടു. പക്ഷെ കാർ വന്ന് നിന്നപ്പോൾ അതിൽ സൂര്യവംശി ഉണ്ടായിരുന്നില്ല. കാറിൻ്റെ ഡോർ തനിയെ തുറന്നു. ഉള്ളിൽ ഒരു സ്പീക്കർ ഘടിപ്പിച്ചിരുന്നു. ശേഖരൻ കളി തുടങ്ങിയതേയുള്ളൂ. സ്പീക്കറിലൂടെ സൂര്യയുടെ ശബ്ദം മുഴങ്ങി. അതേസമയം IG-യുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു. നഗരത്തിലെ എല്ലാ പ്രമുഖ ചാനലുകളിലും പ്രൊജക്റ്റ് ഫോണിക്സിൻ്റെ വിവരങ്ങൾ ലൈവായി സ്ട്രീം ചെയ്യുകയാണ്. IG-യുടെ മുഖം വിളറി. അവനെ കൊല്ലൂ, അയാൾ അലറി. പെട്ടെന്ന് ലൈറ്റ് ഹൗസിന് ചുറ്റുമുള്ള ഇരുട്ടിൽ നിന്നും ഡസൺ കണക്കിന് ചുവന്ന ലേസർ ഡോട്ടുകൾ IG-യുടെ നെഞ്ചിൽ പതിഞ്ഞു. ആയുധം താഴെയിടൂ ശേഖരൻ, നിങ്ങൾ വളയപ്പെട്ടിരിക്കുന്നു. സൂര്യവംശി ഇരുട്ടിൽ നിന്നും സാവധാനം നടന്നു വന്നു. അധികാരത്തിൻ്റെ ഹുങ്കിൽ ആരെയും തകർക്കാമെന്ന് കരുതുന്നവർ ഒരു കാര്യം മറന്നു പോകുന്നു. ബുദ്ധിശക്തിക്ക് മുന്നിൽ തോക്കുകൾക്ക് ചലിക്കാൻ കഴിയില്ല. IG ശേഖരൻ വലയിലായി എന്ന് കരുതിയ നിമിഷം ഇരുട്ടിൽ നിന്നും മറ്റൊരു വെടിയൊച്ച മുഴങ്ങുന്നു. ആ വെടിയുണ്ട ആർക്ക് വേണ്ടിയുള്ളതായിരുന്നു? സൂര്യവംശി ഒരുക്കിയ കെണിയിൽ വീണത് ആരാണ്? രഹസ്യങ്ങളുടെ പുതിയ അധ്യായം തുറക്കുന്നു. ലൈറ്റ് ഹൗസിന് മുകളിൽ മാരകമായ നിശബ്ദത പടർന്നു. IG ശേഖരൻ ചുറ്റും നോക്കി. തന്നെ വളഞ്ഞിരിക്കുന്നത് പോലീസല്ല, മറിച്ച് സൂര്യവംശി വിലക്കെടുത്ത ചില പ്രൊഫഷണലുകളാണെന്ന് അയാൾക്ക് മനസ്സിലായി. സൂര്യ, നീ വിചാരിക്കുന്നത് ഇത്രയും കൊണ്ട് എന്നെ തോൽപ്പിക്കാമെന്നാണോ? ശേഖരൻ ക്രൂരമായി ചിരിച്ചു. ഈ ചാനലുകളിൽ നീ നൽകിയ വാർത്തകൾ വെറും വ്യാജമാണെന്ന് തെളിയിക്കാൻ എനിക്ക് മിനിറ്റുകൾ മതി. പക്ഷെ നിന്റെ സഹോദരി, അവൾ ഇപ്പോൾ എവിടെയാണെന്ന് നിനക്കറിയാമോ? സൂര്യവംശി തൻ്റെ ഫോൺ ഉയർത്തിപ്പിടിച്ചു. നിങ്ങൾ അയച്ച ആ കറുത്ത രൂപം എൻ്റെ വീടിന് മുന്നിലെത്തിയപ്പോൾ തന്നെ എൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം അവനെ തളച്ചിരുന്നു ശേഖരൻ. എൻ്റെ സഹോദരി ഇപ്പോൾ കമ്മീഷണർ രാഘവൻ്റെ സുരക്ഷിതമായ കസ്റ്റഡിയിലാണ്. നിങ്ങളുടെ ഓരോ നീക്കവും ഞാൻ മുൻകൂട്ടി കണ്ടിരുന്നു. ശേഖരൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അയാൾ തൻ്റെ തോക്ക് സൂര്യയ്ക്ക് നേരെ ചൂണ്ടി. പക്ഷേ പെട്ടെന്ന് ദൂരെ നിന്നും ഒരു സ്നൈപ്പർ വെടിയുണ്ട ശേഖരൻ്റെ തോക്കിൽ വന്നു പതിച്ചു. തോക്ക് ദൂരേക്ക് തെറിച്ചുപോയി. ഇനി ഒളിച്ചുകളി വേണ്ട. സൂര്യ മുന്നോട്ട് വന്നു. ശേഖർ വർമ്മയെ കൊന്നത് ആര്യനാണെന്ന് നിങ്ങൾ എന്നെ വിശ്വസിപ്പിച്ചു. ആര്യനെ കൊല്ലാൻ സ്നൈപ്പറെ അയച്ചതും നിങ്ങളാണ്. പക്ഷേ എന്തിനായിരുന്നു ഈ നാടകം? പ്രൊജക്റ്റ് ഫോണിക്സ് വെറുമൊരു മരുന്ന് പരീക്ഷണമല്ല, അതൊരു ജൈവായുധമാണ്. അത് വിദേശ രാജ്യങ്ങൾക്ക് വിൽക്കാനായിരുന്നു നിങ്ങളുടെ നീക്കം. പെട്ടെന്ന് ലൈറ്റ് ഹൗസിൻ്റെ താഴെ ഒരു വലിയ സ്ഫോടനം നടന്നു. കെട്ടിടം ഒന്നാകെ കുലുങ്ങി. സൂര്യ, ഇവിടെ നിന്നും രക്ഷപ്പെടൂ. കമ്മീഷണർ രാഘവൻ്റെ ശബ്ദം വയർലെസ് സെറ്റിലൂടെ കേട്ടു. കെട്ടിടത്തിന് താഴെ ടൈം ബോംബ് ഘടിപ്പിച്ചിട്ടുണ്ട്. സൂര്യ ഞെട്ടിപ്പോയി. ഇത് IG ശേഖരൻ്റെ പ്ലാൻ ആയിരുന്നില്ല. ശേഖരൻ പോലും ഭയന്ന് ചുറ്റും നോക്കുകയാണ്. ഇത് ഞാനല്ല സൂര്യ, സത്യം, ശേഖരൻ അലറി. അപ്പോഴാണ് ലൈറ്റ് ഹൗസിൻ്റെ മുകളിലെ ഗ്ലാസ് തകർന്ന് ഒരു ഹെലികോപ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. അതിൽ നിന്നും ഒരു കയർ താഴേക്ക് വന്നു. ഹെലികോപ്റ്ററിനുള്ളിൽ ഇരുന്ന ആളെ കണ്ടതും സൂര്യവംശിയുടെ കണ്ണുകൾ വിടർന്നു. അത് ആര്യൻ വർമ്മയായിരുന്നു. വെടിയേറ്റ ആര്യൻ എങ്ങനെ അവിടെ എത്തി? അവൻ്റെ തോളിലെ മുറിവ് അപ്രത്യക്ഷമായിരിക്കുന്നു. അവൻ ചതിക്കുകയായിരുന്നു. സൂര്യവംശി, നീ ഒരു മികച്ച ഇൻവെസ്റ്റിഗേറ്ററാണ്, പക്ഷേ ഒരു മോശം കളിക്കാരനാണ്.
ആര്യൻ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു. ശേഖരൻ വെറുമൊരു കളിപ്പാവം മാത്രമായിരുന്നു. ഈ കളിയുടെ യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് ഞാനാണ്. എൻ്റെ അച്ഛനെ കൊന്നതും എന്നെ തന്നെ വെടിവെച്ചതും നിന്നെ ഈ വഴിയിലേക്ക് എത്തിക്കാനായിരുന്നു. ആര്യൻ ഒരു റിമോട്ട് ഉയർത്തിക്കാട്ടി. ഈ ലൈറ്റ് ഹൗസ് അടുത്ത 30 സെക്കൻഡിനുള്ളിൽ ചാരമാകും. ഗുഡ് ബൈ മിസ്റ്റർ സൂര്യവംശി. ഹെലികോപ്റ്റർ ഉയർന്നു പൊങ്ങി. സൂര്യയുടെ മുന്നിൽ 2 വഴികളേയുള്ളൂ. ഒന്നുകിൽ ഐജിയെ ഉപേക്ഷിച്ച് താഴേക്ക് ചാടുക, അല്ലെങ്കിൽ സത്യം തെളിയിക്കാൻ ഐജിയെയും കൂട്ടി മരണത്തിലേക്ക് നീങ്ങുക. വിശ്വസിച്ചവരൊക്കെ ചതിയന്മാരാകുമ്പോൾ സത്യം എന്നത് വെറുമൊരു മരീചികയാകുന്നു. ആര്യൻ വർമ്മ എന്ന ഇര ഇപ്പോൾ വേട്ടക്കാരനായി മാറിയിരിക്കുന്നു. 30 സെക്കൻഡ്, ഒരു ജീവിതം അവസാനിക്കാൻ അത് ധാരാളം. സൂര്യവംശി തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങുമോ, അതോ മരണത്തിൻ്റെ മുനമ്പിൽ നിന്ന് അയാൾ ഒരു അത്ഭുതം പ്രവർത്തിക്കുമോ? ശ്വാസമടക്കി പിടിച്ചു കേൾക്കുക. സൂര്യവംശിയുടെ മുന്നിൽ ബോംബ് കൃത്യമായി 25 സെക്കൻഡുകൾ കാണിക്കുന്നു. ഐജി ശേഖരൻ തളർന്നു താഴെ വീണു. താൻ ഇതുവരെ സംരക്ഷിച്ചവനും കൂട്ടുനിന്നവനുമായ ആര്യൻ തന്നെ കൊലയ്ക്ക് കൊടുക്കുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. സൂര്യ, എന്നെ രക്ഷിക്കൂ, ഞാൻ എല്ലാ സത്യവും വിളിച്ചു പറയാം. ശേഖരൻ ദയനീയമായി കെഞ്ചി. പക്ഷെ സൂര്യയുടെ കണ്ണുകൾ ആര്യൻ സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററിലായിരുന്നു. അവൻ തൻ്റെ ജാക്കറ്റിനുള്ളിൽ നിന്നും ഒരു ചെറിയ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് പുറത്തെടുത്തു. അതൊരു ഹൈ ഫ്രീക്വൻസി ജാമർ ആയിരുന്നു. ആര്യൻ, നീ ഒരു കാര്യം മറന്നുപോയി. നീ തകർത്തത് ഈ കെട്ടിടത്തിൻ്റെ പവർ ലൈനുകളാണ്, പക്ഷേ എൻ്റെ ആശയവിനിമയ സംവിധാനങ്ങളല്ല. സൂര്യ ശാന്തമായി പറഞ്ഞു. സൂര്യ ജാമറിലെ സ്വിച്ച് അമർത്തി. പെട്ടെന്ന് ആകാശത്ത് ഹെലികോപ്റ്ററിൻ്റെ എൻജിൻ നിലച്ചു. അത് ആകാശത്ത് നിയന്ത്രണം തെറ്റി ഉലയാൻ തുടങ്ങി. ആര്യൻ്റെ മുഖത്തെ ചിരി പെട്ടെന്ന് ഭയത്തിന് വഴിമാറി. എന്തുപറ്റി? ആര്യൻ അലറി. നിന്റെ ഹെലികോപ്റ്ററിലെ കമ്പ്യൂട്ടർ സിസ്റ്റം ഞാൻ ഹാക്ക് ചെയ്തു കഴിഞ്ഞു ആര്യൻ. ഇനി നിനക്ക് പറക്കാൻ കഴിയില്ല. സൂര്യ തൻ്റെ വാച്ചിലേക്ക് നോക്കി. ബോംബ് പൊട്ടാൻ ഇനി 10 സെക്കൻഡ്. സൂര്യ ഐജി ശേഖരൻ്റെ കൈപിടിച്ചു വലിച്ചു. താഴേക്ക് ചാടുകയല്ലാതെ നമുക്ക് വഴിയില്ല. ഇത്രയും ഉയരത്തിൽ നിന്നോ? നമ്മൾ മരിക്കും. ശേഖരൻ ഭയന്നു. മരണത്തേക്കാൾ നല്ലത് പോരാട്ടമാണ്. സൂര്യ ഐജിയെയും കൊണ്ട് ലൈറ്റ് ഹൗസിൻ്റെ കൈവരിയിൽ നിന്നും താഴേക്ക് കടലിലേക്ക് കുതിച്ചു. അടുത്ത നിമിഷം ആകാശം പിളരുന്ന ശബ്ദത്തോടെ ലൈറ്റ് ഹൗസ് തകർന്നു വീണു. തീഗോളങ്ങൾ കടലിനു മുകളിൽ ഉയർന്നു. ഹെലികോപ്റ്റർ നിയന്ത്രണം തെറ്റി ദൂരെ ഒരു മണൽത്തിട്ടയിലേക്ക് ഇടിച്ചിറങ്ങി. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം തിരമാലകൾക്കിടയിൽ നിന്നും സൂര്യവംശി ഐജിയെ വലിച്ച് കരക്കിട്ടു. സൂര്യയുടെ ദേഹമാകെ മുറിഞ്ഞിരിക്കുന്നു. പക്ഷേ അവൻ്റെ കണ്ണുകളിൽ ആ ജയം ഉണ്ടായിരുന്നു. ദൂരെ ആര്യൻ വീണ മണൽത്തിട്ടയിൽ നിന്നും പുക ഉയരുന്നത് അവൻ കണ്ടു. രാഘവൻ, ടീമിനെ അയക്കൂ. ആര്യൻ വർമ്മയെ ജീവനോടെ എനിക്ക് വേണം. അവനാണ് പ്രോജക്റ്റ് ഫോണിക്സിൻ്റെ യഥാർത്ഥ സൂത്രധാരൻ, സൂര്യ വയർലെസ്സിലൂടെ പറഞ്ഞു. പക്ഷേ സൂര്യ ആര്യൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ഹെലികോപ്റ്റർ തകർന്നിരിക്കുന്നു. പക്ഷേ ഉള്ളിൽ ആര്യൻ ഉണ്ടായിരുന്നില്ല. പകരം സീറ്റിൽ ഒരു ചെറിയ ഓഡിയോ റെക്കോർഡർ മാത്രം ബാക്കി. സൂര്യ അത് പ്ലേ ചെയ്തു. ആര്യൻ്റെ ശബ്ദം വീണ്ടും മുഴങ്ങി. സൂര്യവംശി, നീ എന്നെ വീഴ്ത്തിയെന്ന് കരുതേണ്ട. ഇതൊരു പരീക്ഷണം മാത്രമായിരുന്നു. യഥാർത്ഥ കളി ഇപ്പോൾ തുടങ്ങുന്നതേയുള്ളൂ. നിന്റെ നഗരത്തിലെ കുടിവെള്ള പൈപ്പുകളിൽ ഫോണിക്സ് കലർന്നു കഴിഞ്ഞു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കൊച്ചി നഗരം മരിച്ചു വീഴാൻ തുടങ്ങും. നിനക്ക് അത് തടയാൻ കഴിയുമോ? സൂര്യ ഞെട്ടിപ്പോയി. താനൊരു കൊലപാതകിയെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു നഗരം മുഴുവൻ മരണത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഒരു മനുഷ്യനെ തോൽപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഒരു അദൃശ്യമായ വിഷത്തെ എങ്ങനെ തോൽപ്പിക്കും? ആര്യൻ വർമ്മ നഗരത്തിനു നേരെ തൊടുത്തുവിട്ട മാരകമായ അമ്പ് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകൾ മരണത്തിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ സൂര്യവംശിക്ക് മുന്നിലുള്ളത് വെറും 24 മണിക്കൂർ മാത്രം. നിയമം കയ്യിലെടുക്കാതെ നഗരത്തെ രക്ഷിക്കാൻ അവനാകുമോ? നിഗൂഢതയുടെ ക്ലൈമാക്സിലേക്ക് കൊച്ചി നഗരം പതിവ് പോലെ ഉണർന്നു. പക്ഷേ സൂര്യവംശിയുടെ കണ്ണുകളിൽ ഉറക്കമില്ലായിരുന്നു. അവൻ കമ്മീഷണർ ഓഫീസിലെ കൺട്രോൾ റൂമിലായിരുന്നു. ഐജി ശേഖരൻ ഇപ്പോൾ പോലീസിൻ്റെ തടങ്കലിലാണ്. രാഘവൻ, നഗരത്തിലെ മെയിൻ വാട്ടർ പമ്പിംഗ് സ്റ്റേഷനുകൾ ഉടൻ അടച്ചുപൂട്ടണം. ഒരു തുള്ളി വെള്ളം പോലും പൈപ്പുകളിലൂടെ പുറത്തു പോകരുത്. സൂര്യ അലറി.
സൂര്യ, നീ പറയുന്നത് കേട്ടാൽ നഗരത്തിൽ വലിയ കലാപമുണ്ടാകും. ജനങ്ങൾക്ക് വെള്ളം നൽകാതിരുന്നാൽ അവർ തെരുവിലിറങ്ങും. രാഘവൻ ആശങ്കപ്പെട്ടു. അവർ തെരുവിലിറങ്ങുന്നതാണ് അവർ മരിച്ചു വീഴുന്നതിനേക്കാൾ നല്ലത്. സൂര്യ ലാപ്ടോപ്പിലേക്ക് നോക്കി. ആര്യൻ അയച്ച സന്ദേശം വെറുമൊരു ഭീഷണിയല്ല. പ്രൊജക്ട് ഫോണിക്സ് പ്രകാരം ഈ മരുന്ന് വെള്ളത്തിൽ കലർന്നാൽ അത് മനുഷ്യൻ്റെ നാഡീവ്യൂഹത്തെ തകർക്കും. ലക്ഷണങ്ങൾ കാണാൻ 12 മണിക്കൂർ എടുക്കും. അത് കഴിഞ്ഞാൽ മരണം സുനിശ്ചിതം. സൂര്യ ആര്യൻ്റെ ഹെലികോപ്റ്ററിൽ നിന്നും ലഭിച്ച ഓഡിയോ റെക്കോർഡിലെ ഫ്രീക്വൻസി പരിശോധിച്ചു. അതിൽ നിന്നും ഒരു രഹസ്യ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ അവന് കഴിഞ്ഞു. അത് നഗരത്തിനടിയിലുള്ള പഴയ ബ്രിട്ടീഷ് കാലത്തെ ഡ്രെയിനേജ് ടണലുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അവൻ അവിടെയുണ്ട്. പമ്പിംഗ് സ്റ്റേഷനുകളുടെ കൺട്രോൾ സിസ്റ്റം ഹാക്ക് ചെയ്യാൻ അവൻ അവിടുന്ന് മാത്രമേ കഴിയൂ. സൂര്യ തൻ്റെ തോക്ക് ലോഡ് ചെയ്തു. സൂര്യ, ഞാനും വരാം, രാഘവൻ പറഞ്ഞു. വേണ്ട രാഘവൻ, നിങ്ങൾ നഗരത്തിലെ ആശുപത്രികളിൽ ആൻറ്റിഡോട്ട് എത്തിക്കാൻ ശ്രമിക്കൂ. ശേഖർ വർമ്മയുടെ ലാബിൽ ഇതിനുള്ള മരുന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ ആര്യനെ നേരിടാം. സൂര്യ ഒറ്റയ്ക്ക് ആ ഇരുണ്ട ടണലുകളിലേക്ക് ഇറങ്ങി. ചളി നിറഞ്ഞ വെള്ളവും ദുർഗന്ധവും വവ്വാലുകളും നിറഞ്ഞ ആ പാതയിലൂടെ അവൻ മുന്നോട്ട് നീങ്ങി. പെട്ടെന്ന് അവൻ്റെ ടോർച്ച് വെളിച്ചത്തിൽ ഒരു നിഴൽ കണ്ടു. സൂര്യ വെടിയുതിർത്തു. പക്ഷേ അത് ഒരു കണ്ണാടിയായിരുന്നു. സൂര്യവംശി, നീ വൈകിപ്പോയി. ടണലിലെ സ്പീക്കറുകളിലൂടെ ആര്യൻ്റെ ശബ്ദം മുഴങ്ങി. വാട്ടർ ഗേറ്റുകൾ തുറന്നു കഴിഞ്ഞു. വിഷം കലർന്ന വെള്ളം ഇപ്പോൾ നഗരത്തിൻ്റെ പൈപ്പുകളിലേക്ക് ഒഴുകുകയാണ്. ഇനി വെറും 10 മിനിറ്റ്. ഈ 10 മിനിറ്റിനുള്ളിൽ നിനക്ക് മെയിൻ സെർവർ ഓഫ് ചെയ്യാൻ കഴിഞ്ഞാൽ നീ ജയിച്ചു. പക്ഷേ അതിന് നീ എന്നെ കണ്ടെത്തണം. സൂര്യ ഓരോ ചുവടും ശ്രദ്ധിച്ചു വെച്ചു. ടണലിൻ്റെ ഒരു മൂലയിൽ ആര്യൻ വർമ്മ ലാപ്ടോപ്പുമായി ഇരിക്കുന്നത് അവൻ കണ്ടു. ആര്യൻ ചിരിക്കുകയായിരുന്നു. സൂര്യ തോക്ക് അവന് നേരെ ചൂണ്ടി. കളി അവസാനിച്ചു ആര്യൻ. ആ സെർവർ ഓഫ് ചെയ്യൂ. ആര്യൻ സാവധാനം എഴുന്നേറ്റു. അവൻ്റെ കയ്യിൽ മറ്റൊരു റിമോട്ട് ഉണ്ടായിരുന്നു. നീ എന്നെ വെടിവെച്ചാൽ ഈ ടണലുകൾ ഒന്നാകെ തകരും. നമ്മൾ രണ്ടുപേരും ഈ ചളിക്കെട്ടിൽ മരിക്കും. നീ തയ്യാറാണോ സൂര്യവംശി? സൂര്യയുടെ കണ്ണുകൾ ആര്യൻ്റെ ലാപ്ടോപ്പിലെ കോഡുകളിലായിരുന്നു. അവൻ പെട്ടെന്ന് ഒരു കാര്യം ശ്രദ്ധിച്ചു. ആര്യൻ ടൈപ്പ് ചെയ്യുന്നത് നഗരത്തിലെ വാട്ടർ സിസ്റ്റത്തിലേക്കല്ല, മറിച്ച് മറ്റൊരിടത്തേക്കാണ്. നീ വെള്ളത്തിലല്ല വിഷം കലർത്തുന്നത്. നീ നഗരത്തിലെ ഗ്യാസ് പൈപ്പ് ലൈനുകളാണ് ലക്ഷ്യം വെക്കുന്നത്. സൂര്യ ഞെട്ടലോടെ വിളിച്ചു പറഞ്ഞു. ആര്യൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു. മിടുക്കൻ. വെള്ളം വെറുമൊരു മറയായിരുന്നു. എല്ലാവരും വെള്ളത്തിൻ്റെ പിന്നാലെ ഓടുമ്പോൾ ഞാൻ ഈ നഗരത്തെ ഒരു ഗ്യാസ് ചേമ്പറാക്കി മാറ്റും. സമയം വെറും 2 മിനിറ്റ്. ഗ്യാസ് പ്രഷർ അപകടകരമായ നിലയിലേക്ക് ഉയരുകയാണ്. സൂര്യയ്ക്ക് മുന്നിൽ ആര്യനെ പിടിക്കണോ അതോ ഗ്യാസ് പൈപ്പ് ലൈൻ ഓഫ് ചെയ്യണോ എന്ന വലിയ ചോദ്യം. ചില പോരാട്ടങ്ങൾ വിജയിക്കാനുള്ളതല്ല, അതിജീവിക്കാനുള്ളതാണ്. ലോകം മുഴുവൻ വെള്ളത്തിൻ്റെ പിന്നാലെ ഓടുമ്പോൾ വായുവിൽ മരണം നിറയ്ക്കുകയായിരുന്നു ആര്യൻ വർമ്മ. ഒരു വശത്ത് തകരാൻ പോകുന്ന ടണൽ, മറുവശത്ത് ചാരമാകാൻ പോകുന്ന നഗരം. ബുദ്ധിശക്തിയും ഭ്രാന്തും തമ്മിലുള്ള അവസാന യുദ്ധം. സൂര്യവംശി ഈ ചതുരംഗക്കളത്തിൽ തൻ്റെ അവസാന കരു നീക്കുന്നു. ടണലിനുള്ളിലെ വായുവിൽ ഗ്യാസിൻ്റെ രൂക്ഷഗന്ധം പടരാൻ തുടങ്ങി. സമയം വെറും 30 സെക്കൻഡ്. ആര്യൻ, നീ വിചാരിക്കുന്നത് നീ ജയിച്ചു എന്നാണ്. പക്ഷേ നിനക്കൊരു തെറ്റുപറ്റി. സൂര്യ തോക്ക് താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. എന്ത് തെറ്റ്? ആര്യൻ പുച്ഛത്തോടെ ചോദിച്ചു. നീ ഹാക്ക് ചെയ്തത് നഗരത്തിലെ മെയിൻ സെർവറാണെന്നാണോ നീ കരുതുന്നത്? കമ്മീഷണർ ഓഫീസിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്റെ IP അഡ്രസ് വെച്ച് ഒരു വെർച്വൽ ട്രാപ്പ് സെറ്റ് ചെയ്തിരുന്നു. നീ ഇപ്പോൾ ഡാറ്റ അപ്ലോഡ് ചെയ്യുന്നത് ഗ്യാസ് പൈപ്പ് ലൈനിലേക്കല്ല, മറിച്ച് നിന്റെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലെ വിവരങ്ങൾ പോലീസിന് കൈമാറുന്ന ഒരു സെർവറിലേക്കാണ്. ആര്യൻ്റെ മുഖത്തെ ഭാവം മാറി. അവൻ വേഗത്തിൽ ലാപ്ടോപ്പിലേക്ക് നോക്കി. സൂര്യ പറഞ്ഞത് ശരിയായിരുന്നു. സ്ക്രീനിൽ ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത് ഗ്യാസ് സിസ്റ്റത്തിലല്ല, മറിച്ച് ആര്യൻ്റെ എല്ലാ രഹസ്യ ഇടപാടുകളുടെയും വിവരങ്ങളാണ്. ഇല്ല, ഇത് അസാധ്യം, ആര്യൻ അലറി. അവൻ റിമോട്ട് അമർത്താനൊരുങ്ങി. പക്ഷേ ആ നിമിഷം സൂര്യ ഒട്ടും മടിക്കാതെ മുന്നോട്ട് കുതിച്ചു. ആര്യൻ്റെ കയ്യിലെ റിമോട്ട് അവൻ തട്ടിത്തെറിപ്പിച്ചു. രണ്ടുപേരും ചളി നിറഞ്ഞ വെള്ളത്തിലേക്ക് മറിഞ്ഞു. ആര്യൻ സൂര്യയെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു. നീ തോറ്റു ആര്യൻ. നഗരത്തിലെ ഗ്യാസ് പൈപ്പ് ലൈനുകൾ രാഘവൻ നേരിട്ട് പോയി ഓഫ് ചെയ്തു കഴിഞ്ഞു. നീ പരാജയപ്പെട്ടിരിക്കുന്നു. സൂര്യ ആര്യൻ്റെ മുഖത്ത് ശക്തമായി പ്രഹരിച്ചു.
പെട്ടെന്ന് ടണലിൻ്റെ മുകൾ ഭാഗം ഇടിയാൻ തുടങ്ങി. ആര്യൻ റിമോട്ട് അമർത്തിയതിൻ്റെ ഫലമായി സെറ്റ് ചെയ്തിരുന്ന ചെറിയ സ്ഫോടനങ്ങൾ നടന്നു തുടങ്ങിയിരുന്നു. നമ്മൾ രണ്ടുപേരും ഇവിടെ ചാകും സൂര്യവംശി. എന്നെ തോൽപ്പിക്കാൻ നിനക്ക് കഴിയില്ല. ആര്യൻ ഭ്രാന്തമായി ചിരിച്ചു. സൂര്യ ആര്യൻ്റെ കൈകളിൽ വിലങ്ങ് വെച്ചു. നിയമം നിന്നെ തൂക്കുമരത്തിലേറ്റുന്നത് കാണാൻ എനിക്ക് താല്പര്യമുണ്ട് ആര്യൻ. അതുകൊണ്ട് നിന്നെ ഞാൻ മരിക്കാൻ വിടില്ല. സൂര്യ ആര്യനെ വലിച്ചിഴച്ച് ടണലിൻ്റെ എക്സിറ്റ് ലക്ഷ്യമാക്കി ഓടി. പിന്നിൽ ടണൽ ഒന്നൊന്നായി ഇടിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. അവസാന നിമിഷം ഒരു വലിയ സ്ഫോടനത്തോടെ അവർ പുറത്തേക്ക് തെറിച്ചു വീണു. പുറത്ത് കമ്മീഷണർ രാഘവനും വലിയൊരു പോലീസ് സംഘവും അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആര്യൻ വർമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. IG ശേഖരനും ആര്യനും ചെയ്ത എല്ലാ കുറ്റങ്ങളും ലോകത്തിനു മുന്നിൽ വെളിപ്പെട്ടു. പിറ്റേന്ന് രാവിലെ കൊച്ചി നഗരം ശാന്തമാണ്. കടൽ തീരത്ത് നിൽക്കുന്ന സൂര്യവംശിയുടെ അടുത്തേക്ക് രാഘവൻ വന്നു. സൂര്യ, നീ വീണ്ടും തെളിയിച്ചു. നീ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ നഗരം ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ആ പെൻ ഡ്രൈവ്, അതിലെ ബാക്കി വിവരങ്ങൾ? സൂര്യ കടലിലേക്ക് നോക്കി. അത് സുരക്ഷിതമായ ഒരിടത്തുണ്ട് കമ്മീഷണർ. ഈ നഗരത്തിലെ അഴിമതി ഒരു ദിവസം കൊണ്ട് അവസാനിക്കില്ല. പക്ഷേ സൂര്യവംശി ഇവിടെ ഉള്ളിടത്തോളം കാലം നിഴലുകൾക്ക് അധികം ആയുസ്സുണ്ടാവില്ല. സൂര്യ തൻ്റെ കോട്ട് ശരിയാക്കി നടന്നു നീങ്ങി.